ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയേണ്ട 4 സിനിമകളുടെ കളക്ഷൻ കണക്കുകൾ വന്നിരിക്കുന്നു. അതിൽ ആദ്യത്തേത് ലാലേട്ടന്റെ 5ാമത്തെ റീ റിലീസ് വിജയം കണ്ട രാവണ പ്രഭു എന്ന സിനിമയുടെ 9ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് ആണ്. സിനിമയ്ക്ക് ഇന്നും കേരളത്തിൽ 4 ലക്ഷത്തിനടുത്ത് കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുന്നു. ഇന്നലത്തെ ഇതുപോലെ തന്നെ ഇന്നും സിനിമയ്ക്ക് 6 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് ഉണ്ടാകും. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 3,30,00,000 അടുക്കുന്നു. അതേസമയം വേൾഡ് വൈഡ് കളക്ഷൻ 4 കോടി കടന്നിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ രാവണ പ്രഭു നാളത്തെ ഉൾപ്പെടെയുള്ള ഫൈനൽ വരെയുള്ള കളക്ഷൻ അറിയുവാനായിട്ട്. പാതിരാത്രി കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ. ആദ്യ ദിവസം 30 ലക്ഷം മാത്രം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത നല്ല അഭിപ്രായങ്ങൾ ലഭ്യമാകാനാവാതെ പോയ സിനിമയ്ക്ക് 17 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുന്നു. ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 60 ലക്ഷം 70 ലക്ഷം റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. ബൈസൺ എന്ന സിനിമ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ തമിഴ് ദീപാവലി ചിത്രമാണല്ലോ. ആദ്യ ദിവസം കേരളത്തിൽ 9 ലക്ഷം ഗ്രോസ് വന്ന സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 5,30,00,000 കളക്ഷൻ വന്നിരിക്കുന്നു. അതിൽ 3,50,00,000 ഗ്രോസും തമിഴ്നാട്ടിൽ നിന്ന് സിനിമ നേടിയെടുത്തതാണ്. ഇന്ന് 2ാം ദിവസം കളക്ഷൻ വർധന വന്നു എന്ന റിപ്പോർട്ടുകളുള്ള സിനിമയ്ക്ക് ആകെ 2 ദിവസങ്ങൾ കൊണ്ട് അങ്ങനെ 10 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ വരുന്നതാണ്. അവസാനമായിട്ട് കാന്താര ചാപ്റ്റർ 1ലേക്ക് വരികയാണെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ ആകെ കേരള ഗ്രോസ് 48 കോടി കടക്കുകയാണ്. 50 കോടി കേരള കളക്ഷൻ ലക്ഷ്യം വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സിനിമ ഇന്നലെ വരെയുള്ള കണക്കുകൾ പ്രകാരം 700 കോടി കളക്ഷനിലേക്ക് പ്രതീക്ഷിച്ച പോലെ എത്തപ്പെട്ടിട്ടില്ല. 694 കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ. ഇന്നത്തോടെ 700 കോടി കളക്ഷൻ കിടക്കുന്ന സിനിമ 720 കോടിക്കടുത്തേക്ക് കളക്ഷൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 2 ദിവസം മുന്നേ പുറത്തു വന്ന സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷനിലേക്ക് ഇന്നത്തെ കളക്ഷനോടെ മാത്രമേ എത്തപ്പെടുകയുള്ളൂ. കാത്തിരിക്കൂ ദീപാവലി നാളുകളിൽ ഇത് ഉൾപ്പെടെയുള്ള കാന്താര 2 കളക്ഷനായിട്ട്.